അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി റൺസിനെ പറ്റിയിട്ടാണ്. ലിക്വിഡിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിൽ ലിക്വിഡിറ്റി റൺസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം എന്താണ് ലിക്വിഡിറ്റി? ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സുമാണ്. മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു, മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബൈ ഓർഡറുകൾ, അവിടെ ഉണ്ടാകുന്ന സെൽ ഓർഡറുകൾ, ആ ഒരു കൂട്ടം ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ സെൽ ഓർഡറുകളാണുണ്ടെങ്കിൽ അവിടെ എന്താണ്? സെൽ ഓർഡറിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പോൾ ബൈ ഓർഡറുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ബൈ ഓർഡറിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. അത്തരത്തിൽ ബൈ ഓർഡറുകളുടെയും സെൽ ഓർഡറുകളുടെയും കൂട്ടങ്ങളെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ലിക്വിഡിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരരുത്. ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും സിമ്പിൾ കാര്യമാണ്. ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഷോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് നോക്കിയ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയി, ഇവിടെയൊക്കെ പോയി, ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മളെന്താണ്? ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈ ഓർഡേഴ്സ് ഏതായിരിക്കും? അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഓർഡേഴ്സ് ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ. നമ്മളിവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്താണ്? ബൈ ഓർഡേഴ്സ് ആണ്. ഈ ഒരു റേഞ്ചിൽ ബൈ ഓർഡേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ബൈ ലിക്വിഡിറ്റി ആണുള്ളത്. ബൈ ചെയ്യാനുള്ള ബൈ ലിക്വിഡിറ്റിയാണ് അവിടെ ഉള്ളത്. ബൈ ഓർഡേഴ്സിൻ്റെ ഒരു ലിക്വിഡിറ്റിയാണ് ആ ഒരു റേഞ്ചിലുള്ളത്. നേരെ തിരിച്ചിട്ടോ, നേരെ തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫോൾ ആവുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഫോൾ ആവുന്ന മാർക്കറ്റ് റിട്രേസ്മെൻ്റായി റിവേഴ്സലായി തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ബൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എന്താ ഉണ്ടാകുക? ഈ ഒരു റേഞ്ചിൽ എന്താ ഉണ്ടാകുക? സെൽ ഓർഡേഴ്സിൻ്റെ ലിക്വിഡിറ്റി അല്ലേ? കാരണം ഇവിടെ നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്താണ്? ഇവിടെയൊക്കെ എന്താ ഉണ്ടാകുക? നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് സെൽ ഓർഡറുകളാണ് ഈ ഒരു റേഞ്ചിൽ ഉണ്ടാകുക. സെൽ ഓർഡറുകളുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? സെൽ ഓർഡറിൻ്റെ ഒരു ലിക്വിഡിറ്റിയാണ്. സെൽ ഓർഡറിൻ്റെ ലിക്വിഡിറ്റിയാണ് അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുക? മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയ മാർക്കറ്റ് താഴേക്ക് വരികയാണെന്ന് വിചാരിക്കുക. താഴേക്ക് വരികയാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഷോർട്ട് ചെയ്യുന്നു. ഇവിടെ ഷോർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുക. നോക്കിയേ, ഇവിടെ ഷോർട്ട് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് മേജറായിട്ട് ഉണ്ടാകുക. ഇവിടെ എന്താ ഉള്ളത്? ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് നോക്കിയേ, അവിടുന്ന് റിവേഴ്സലായ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ തിരിച്ച് വരികയാണെങ്കിൽ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ബൈ ലിക്വിഡിറ്റിയിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? സ്മാർട്ട് മണി എന്ത് ചെയ്യും? സ്മാർട്ട് മണി ഈ ഒരു ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റി യൂസ് ചെയ്യും. ഈ ഒരു ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റി യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അവിടെ വീണ്ടും സെല്ല് ചെയ്യും. മാർക്കറ്റ് താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത്. ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്? താഴേക്ക് ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിവേഴ്സലാക്കി മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻട്രി എടുത്തു. ഇവിടെയൊക്കെ നിങ്ങൾ എൻട്രി എടുത്തു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇവിടെയാണ് ഉണ്ടാകുക. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഈ ഒരു റേഞ്ചിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. കുറച്ച് വലുതാക്കി വരച്ചതാണ് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഈ ഒരു റേഞ്ചിലാണ് ഉള്ളതെങ്കിൽ നോക്കിയേ, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സെൽ ഓർഡറുകളല്ലേ? കാരണം ഇവിടെ ബൈ ആണ് എടുത്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ സെൽ ഓർഡറുകളാണ്. ഓക്കെ, മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഈ ഒരു ഓർഡറിൻ്റെ റേഞ്ചിൽ, ഈ ഒരു ലിക്വിഡിറ്റിയുടെ റേഞ്ചിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? നോക്കിയേ, റിവേഴ്സലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി സ്മാർട്ട് മണി യൂസ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് റിവേഴ്സലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് എടുത്ത് പറയാനുള്ള കാരണം നോക്കിയേ, ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ഷോർട്ടും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. മുകളിൽ എന്താണ്? മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ഈ ലിക്വിഡിറ്റി എത്തുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് അടുത്ത കൺഫ്യൂഷൻ വരുന്നത്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഇതെന്താണ്? ഇതൊരു ഡെയിലി ചാർട്ടാണെന്ന് വിചാരിക്കുക. ഈ നിങ്ങൾ കാണുന്നത് ഒരു ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ താഴേക്ക് വന്ന മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഒരു നോക്കിയേ, ഈ ഒരു ലിക്വിഡിറ്റിൻ്റെ റേഞ്ചിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എത്തിയിട്ട് ഒരു റിജക്ഷൻ കാണിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് നോക്കിയേ, ഒരു ക്യാൻഡിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടേക്കുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ എത്തിയിട്ട് നോക്കിയേ, താഴേക്ക് അതുപോലെ വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് അവിടെ ഉണ്ടാകുന്നത്. ഡെയിലി ക്യാൻഡിൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെയിലി ക്യാൻഡിൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫൊക്കെയാണ് ഡെയിലി ക്യാൻഡിൽ ഉണ്ടാകുന്നത്. അതായത് ഡെയിലി ക്യാൻഡിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒറ്റ ഒരു ക്യാൻഡിൽ കൊണ്ട് തന്നെ റിജക്ഷൻ ഉണ്ടാകുന്നു. നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇതാണിപ്പോൾ സോണെങ്കിൽ,
ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടതെന്നാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതായത് ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഉണ്ടായത്. ഇവിടെ എന്താണ്, ഇവിടെ നേരെ തിരിച്ച് താഴേക്ക് ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. ഇത് റെഡ് ക്യാൻഡിലാണ്. അതിനുശേഷം വീണ്ടും റെഡ് ക്യാൻഡിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളവിടെ ഷോർട്ടൊക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്, അവിടെ അത്തരത്തിലുള്ള പ്രൈസ് ആക്ഷൻ ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക. ഡെയിലി ചാർട്ടിൽ നിങ്ങൾ എന്ത് കാണുന്നു, ചെറിയൊരു റിജക്ഷൻ കാണുന്നു. അവിടെ നോക്കി ഒരു റിജക്ഷൻ നിങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്മോളർ ടൈം ഫ്രെയിംസിലേക്ക് പോകുന്നു. അതായത് 4 hour 1 hour 15 minutes അത്തരത്തിലുള്ള സ്മോളർ ടൈം ഫ്രെയിംസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു, അതേ റേഞ്ചിൽ തന്നെ. അതായത് ഇതാണ് റേഞ്ചെങ്കിൽ നോക്കിയേ, മാർക്കറ്റ് ഇവിടെ നിന്നാണ് താഴേക്ക് വന്നത്. മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് ഈ ഒരു റേഞ്ച് നിങ്ങൾ സ്മോളർ ടൈം ഫ്രെയിംസിലേക്ക് പോകുമ്പോൾ എന്ത് കാണുന്നു, 4 hourലേക്കും 1 hourലേക്കൊക്കെ പോകുമ്പോൾ എന്ത് കാണുന്നു, അവിടെ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ റിജക്ഷൻ സംഭവിക്കുന്നത് കാണുന്നു. നിങ്ങൾ പ്രൈസ് ആക്ഷന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ റിജക്ഷൻ. അതായത് പാറ്റേണുകളൊന്നും ഉണ്ടാവാതെ ഈ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ റിജക്ഷനൊക്കെ ഉണ്ടാവുന്നത് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാമോ? സ്മോളർ ടൈം ഫ്രെയിംസിൽ കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാമോ? അതൊരു വലിയ ചോദ്യമായിരിക്കും നിങ്ങൾക്ക്. പാറ്റേണുകൾ കാണുന്നില്ല, വേറെ ഒന്നും കൺഫർമേഷൻ ഇല്ല, അതായത് ഇപ്പോൾ RSI ഒന്നും കൺഫർമേഷൻ നിങ്ങൾ കാണുന്നില്ല, എൻട്രി എടുക്കാമോ? എൻട്രി എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇപ്പോൾ പറഞ്ഞത്, എൻട്രി എടുക്കാം. കാരണം എന്താണ്, നമുക്ക് ഈ പ്രൈസ് ആക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, പാറ്റേണുകളിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. പ്രൈസ് ആക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, പലരും വിചാരിച്ചിരിക്കുന്നത് പാറ്റേൺ ആണെന്നാണ്. പാറ്റേൺ അല്ല ഇമ്പോർട്ടൻറ്റ്, ലൊക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ആക്ഷനിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്, ലൊക്കേഷനാണ്. അതായത് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഇവിടെ വന്നു, ഈ ഒരു ലൊക്കേഷനിൽ വന്നതുകൊണ്ടാണ് നമുക്ക് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞത്. നേരെ തിരിച്ച് നോക്കിയേ, ഇപ്പോൾ ഇവിടെയാണ് വന്നതെങ്കിലോ, ഈ ഒരു റേഞ്ചിൽ നോക്കിയേ, അതായത് മാർക്കറ്റ് തിരിച്ച് ഇവിടേക്ക് എത്തി, മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റേഞ്ചിലേക്ക് എത്തി. ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് കാണുന്നു, കൃത്യമായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺ കാണുന്നു എന്ന് വിചാരിക്കുക. പാറ്റേൺ എന്തെങ്കിലും പഠിപ്പിച്ചൊരു പാറ്റേൺ കാണുന്നു. നോക്കിയേ, ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. ആ ഗ്രീനിന് എന്താണ്, ആ ഗ്രീനിനെ ഹാഫ് റെഡ് കവർ ചെയ്തു. ഇതെന്താണ്, റെഡാണെന്ന് വിചാരിക്കുക, ഹാഫ് റെഡ് കവർ ചെയ്തു. വീണ്ടും എന്താണ്, റെഡ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. ഓക്കെ, വീണ്ടും ഒരു റെഡിൻ്റെ 180 ബാർ കൊണ്ട് റെഡ് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്, മുകളിലേക്ക് പോയൊരു മാർക്കറ്റിനെ നോക്കിയേ താഴേക്കുള്ളൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ആണ്. അല്ലെങ്കിൽ എന്താണ്, റെഡിൻ്റെ ഒരു എൻഗൾഫിങ്, ബെയറിഷ് എൻഗൾഫിങ് ഒക്കെ നിങ്ങൾ കാണുന്നു. അതായത് ഇവിടെ വരെ മാർക്കറ്റ് ഇങ്ങനെ പോയി, ഈ ഒരു റേഞ്ചിലാണേ പറയുന്നത്, ഈ ഒരു റേഞ്ചിൽ വരെ മാർക്കറ്റ് ഇങ്ങനെ പോയി. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം റെഡ് എന്ത് ചെയ്യുന്നു, അതിനെ എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്തിട്ട് അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാമോ? ഷോർട്ട് ചെയ്യരുത്. എന്തുകൊണ്ടാണ്, പ്രൈസ് ആക്ഷനിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾക്കല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, ഈ ഒരു ലൊക്കേഷനാണ്. നിങ്ങൾ എവിടെയാണ് ഷോർട്ട് ചെയ്യുന്നത്, ആ ഒരു ലൊക്കേഷനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്യരുത്. നിങ്ങൾ എവിടെ ഷോർട്ട് ചെയ്യണം, നോക്കിയേ ഈ ഒരു ലൊക്കേഷനിൽ. കാരണം അവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, അവിടെയാണ് അടുത്ത സെല്ലിങ് നടക്കാനുള്ള സാധ്യത ഉള്ളത്, അവിടെ ഷോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഡെയിലി ക്യാൻഡിലിൻ്റെ എക്സാമ്പിളായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ചാർട്ടിലും എല്ലാ ടൈം ഫ്രെയിമിലും സിമിലറാണ്. ഇന്ന് വെച്ച് 1 minute ടൈം ഫ്രെയിം ഉപയോഗിക്കരുത്. 5 minute മുതലുള്ള ടൈം ഫ്രെയിംസ് നിങ്ങൾ ഉപയോഗിക്കുക. 5 minute മുതലുള്ള ടൈം ഫ്രെയിംസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ടൈം ഫ്രെയിമിലും ഇതേ തിയറിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതായത് 5 minute ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഒരു 5 minute ചാർട്ടാണ്. ഇവിടുന്ന് താഴേക്കൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ലിക്വിഡിറ്റി എവിടെയാണ് ഉണ്ടാകുക, നോക്കിയേ ബൈ ഓർഡേഴ്സ് ഇവിടെയാണ് ഉണ്ടായിരിക്കുക, ബൈ ഓർഡേഴ്സ് ഇവിടെയാണ് ഉണ്ടായിരിക്കുക. അവിടെ ബൈയുടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഇവിടേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു റിജക്ഷനൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യരുത്. ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇപ്പോൾ എന്ത് പാറ്റേൺ കണ്ടാലും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള എൻഗൾഫിങ്, ഇത്തരത്തിൽ ബിയറിഷ് എൻഗൾഫിങ് ഒക്കെ കാണുകയാണെങ്കിൽ പോലും ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യരുത്. എന്തുകൊണ്ടാണ്, ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെല്ല് നിങ്ങൾ എവിടെ ചെയ്യുക, ഓക്കെ ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണുകയാണെങ്കിൽ മാത്രം അടുത്ത സെല്ല് ചെയ്യുക. സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തു, ഇവിടെ ബൈ ഓർഡേഴ്സ് ഉണ്ട്, കാരണം ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. ഇതെന്താണ്, ഒരു ലിക്വിഡിറ്റി റണ്ണായിരിക്കും. ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, ഇതൊരു ലിക്വിഡിറ്റി റണ്ണായിരിക്കും. ഇവിടെ നിന്നാണ് അടുത്ത സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്, അവിടെ മാത്രമേ ഷോർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ എൻഗൾഫിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു റിജക്ഷൻ മാത്രം, ഒറ്റ ക്യാൻഡിലിന് ഒരു റിജക്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും എന്താണ്, അവിടെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്.
അതാണ് പ്രൈസ് ആക്ഷൻ്റെ ഒരു തിയറി. ഏത് ടൈം ഫ്രെയിംസിലും ഇതേ ലോ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഡെയിലിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. പറയുന്നതൊക്കെ ഏത് ടൈം ഫ്രെയിംസിലും 5 മിനിറ്റ് മുതലല്ല ഏത് ടൈം ഫ്രെയിംസിലും ഉപയോഗിക്കാം. ലൊക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാറ്റേൺ ഇല്ലെങ്കിൽ കൂടി ലൊക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചു. എന്താണ്? മാർക്കറ്റ് ഇപ്പോൾ നോക്കിയേ, മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോവുകയാണെന്ന് നോക്കിയാൽ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റിജക്ഷൻ കാണിക്കുന്നു. നോക്കിയേ, വീണ്ടും ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ബൈ ചെയ്യാമോ? വലിയൊരു ചോദ്യമാണ്. നോക്കിയേ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് സംശയങ്ങൾ ഉണ്ടാകും ഈ ഒരു പാറ്റേണൊക്കെ കാണുമ്പോൾ. ഇങ്ങനെ വരുന്ന മാർക്കറ്റ് നോക്കിയേ, മാർക്കറ്റ് ഒരു തരത്തിൽ ഇങ്ങനെ ഹൈയും ലോവും ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വീഴുന്നു. നോക്കിയാൽ താഴേക്ക് വീണ മാർക്കറ്റ് വീണ്ടും എന്താണ്? ഒരു ബൈയിങ് മൊമെൻറ്റം കാണിക്കുന്നു. ഒരു ബൈയിങ് മൊമെൻറ്റം കാണിക്കുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്താണ്? ബൈ ചെയ്യാമോ? ഇവിടെ ഒരു ബൈയിങ് മൊമെൻറ്റം കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് ബൈ ചെയ്യാമോ? ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഈ ഒരു ഫോളിൽ എന്താ ഉള്ളത്? നോക്കിയേ, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നൊരു മാർക്കറ്റാണ്. അവിടെ നിന്നാണ് തിരിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? എന്താ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്? നിങ്ങളിവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെയൊക്കെ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നോക്കിയേ, മുകളിൽ ഒരുപാട് പ്രീവിയസ് ഹൈകളുണ്ട്. പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഹൈ ലെവലല്ല ഇമ്പോർട്ടൻസ്. നോക്കിയേ, പ്രീവിയസ് ഹൈകൾ, ഇവിടെയൊക്കെ പ്രീവിയസ് ഹൈ ഉണ്ട്. ഈ പ്രീവിയസ് ഹൈ എന്താണ്? ഇതിന് മുകളിൽ എന്തുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റി ഉണ്ട്. ഇതിന് മുകളിലൊക്കെ എന്താണ്? ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മാർക്കറ്റിന് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? വീണ്ടും നോക്കിയേ, ഇവിടെ എത്തുമ്പോൾ എന്താണ്? വീണ്ടും ഒരു സെല്ലിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സെല്ലിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടെ സെല്ലിങ് നടന്നിട്ടില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഇവിടെ ബൈ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അവിടെ സെല്ലിങ് നടന്നിട്ടില്ലെങ്കിൽ നോക്കിയേ, തൊട്ട് മുകളിലെത്തി എന്താണ്? ഇവിടെയും ബൈ ഓർഡറുകളുടെ ലിക്വിഡിറ്റിയാണുള്ളത്. അവിടെയും വേണമെങ്കിൽ സെല്ലിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൻ്റെയും മുകളിൽ പോയി കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെയും സെല്ലിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്, ഇവിടെയും സെല്ലിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്താണ്? ലിക്വിഡിറ്റിയാണ്. ഇതൊക്കെ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഈ കേസിൽ എന്താണ്? നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കുറവാണ്. ഇവിടെയും എന്താണ്? ലാഭം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും. അതായത് ഈ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് തിരിച്ച് ഇതുപോലെ കയറിയിട്ടുണ്ടായിരിക്കാം, ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഇവിടെ ബൈ ചെയ്തവർക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചത് പ്രകാരം മാത്രം എടുക്കുക. മാർക്കറ്റിലെ എല്ലാ മൂവും നമുക്കുള്ളതല്ല. ഇതെന്താണ്? ഈ ഒരു റൺ എന്താണ്? ഈ ഒരു റണ്ണിൽ നമുക്ക് ബൈ ചെയ്യാനുള്ള ലീസ്റ്റ് പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? പ്രോബബിലിറ്റിയാണ്. കാരണം നോക്കിയേ, ഇവിടെ ഹൈകളുണ്ട്, പ്രീവിയസ് ഹൈകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ലീസ്റ്റ് പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ പ്രീവിയസ് ഹൈകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു, ലീസ്റ്റ് പ്രോബബിലിറ്റി ആണെന്ന് പറഞ്ഞു. അത് മാത്രമാണോ കാരണം? അത് മാത്രമല്ല കാരണം. ഇങ്ങനെ വരുന്ന മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? പ്രീവിയസ് ലോ എന്ന് പറയുന്ന റേഞ്ചും ഒരു റെസിസ്റ്റൻസ് ആണ്. പ്രീവിയസ് ലോ എന്താണ്? ഒരു റെസിസ്റ്റൻസ് ആണ്. പ്രീവിയസ് ഹൈൻ്റെ മുകളിൽ എന്ത് പറഞ്ഞു? ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഹൈൻ്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ലോ എന്താണ്? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്? ലീസ്റ്റ് പ്രോഫിറ്റബിൾ ബൈ പൊസിഷൻസ് ഉണ്ടാകുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള പാറ്റേണുകൾ ഉണ്ടാകുമ്പോൾ ബൈ ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് ഇവിടുന്ന് എന്താണ്? ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പോയ മാർക്കറ്റ് നോക്കിയേ, ഇങ്ങനെ പോയ മാർക്കറ്റാണ്. ആ മാർക്കറ്റ് എന്താണ്? ഇവിടുന്ന് റിവേഴ്സൽ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സെല്ലിങ്ങിനുള്ള സാധ്യത എത്രയാണ്? ആലോചിച്ച് നോക്കുക. ഈ പഠിച്ചത് പ്രകാരം ആലോചിച്ച് നോക്കുക. ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എന്താണ്? ലിക്വിഡിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ ബൈ ചെയ്തവരുടെ സെൽ ഓർഡറുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിജക്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാലോ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഇതെന്താണ്? സെല്ലിങ്ങിൻ്റെ മാർക്കറ്റിലെ നേരെ ഓപ്പോസിറ്റാണ്. ഈ ലെവലും എന്താണ്? ഒരു റെസിസ്റ്റൻസ് ആണ്. അവിടെ എന്താ സാധ്യതയുള്ളത്? ഈ ഒരു ലെവലിലൊക്കെ നോക്കി, ഈ ഒരു ലെവലിലൊക്കെ ഓർഡർ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ലെവൽ നോക്കിയ സപ്പോർട്ടാണ്. ഈ ഒരു ലെവൽ സപ്പോർട്ടാണ്. താഴേക്ക് പോകുമ്പോൾ ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്താലും നോക്കിയാൽ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ അടുത്ത ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ എത്തിയാൽ എന്താണ്?
മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡറിനുള്ള റെസിസ്റ്റൻസ് ആണ്. ഇത് ആക്ച്വലി ചാർട്ടിൽ എന്താണ്, സപ്പോർട്ടാണ്. മാറിപ്പോകരുത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ട. സപ്പോർട്ട് എന്ന് പറയാം. നോക്കിയേ, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള റേഞ്ചിലേക്കാണ് ഈ ഒരു മാർക്കറ്റ് ഫോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി കുറവല്ലേ? തീർച്ചയായിട്ടും പ്രോഫിറ്റബിലിറ്റി കുറവല്ലേ? പ്രോബബിലിറ്റി കുറവല്ലേ? തീർച്ചയായിട്ടും കുറവാണ്. ലീസ്റ്റ് പ്രോബബിൾ സെല്ലിംഗ് പൊസിഷൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത്തരത്തിൽ വരികയാണെങ്കിൽ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ്, പെട്ടെന്നുള്ള ഫോളുകളൊക്കെ ഉണ്ടാവാം. എങ്ങനെ ഉണ്ടാകാം? NFP പോലെയുള്ള ന്യൂസിൻ്റെ റിലീസിൻ്റെ സമയത്ത്, NFP പോലെയുള്ള ന്യൂസ് റിലീസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് പോലെയുള്ള റിലീസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാർക്കറ്റ് എന്താണ് ഇത്തരത്തിലെ വലിയ മൂവുകൾ ഉണ്ടാകാം. ഈ ഹൈയും ലോവും അത്തരത്തിലുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ട് മാർക്കറ്റ് ഇത്തരത്തിൽ ഫോളോ ചെയ്യാം. നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രകാരം എന്താണ്, അതിൽ ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത നോക്കിയേ, ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഒരു ഹൈയൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് പെട്ടെന്ന് എന്താണ് ശക്തമായിട്ട് ഇങ്ങനെ ഫോളോ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് റെഡ് മാത്രം ഉണ്ടാക്കിയിട്ട് നോക്കിയേ, ഇതൊക്കെ റെഡ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിൽ മാത്രം ഉണ്ടാക്കിയിട്ട് ഫോളോ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ റിജക്ഷൻസ് മാത്രം ഉണ്ടാക്കിയിട്ട് ശക്തമായിട്ടൊരു റണ്ണ് താഴേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നോക്കിയേ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സലാണെങ്കിൽ എന്താണ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ബൈ എവിടെയാണ് എടുക്കാൻ വേണ്ടി പറ്റുക? ബൈനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ സെല്ലിനുള്ള ചാൻസ് ആണോ ഉള്ളത്? നോക്കിയേ, അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. പ്രീവിയസ് ലോ ഇതാണ്, അടുത്ത റെസിസ്റ്റൻസ് ഇതാണ്. ഇതെന്താണ് ലിക്വിഡിറ്റിയാണ്. ഇത് ലിക്വിഡിറ്റിയാണ്. നോക്കി, ഇങ്ങനെ ശക്തമായിട്ട് ഫോൾ ആയിട്ടുണ്ട് താഴേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഒരു റിവേഴ്സലിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ റിവേഴ്സൽ ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു ഫോൾ ആയിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ബൈ എടുക്കേണ്ടത്? നോക്കിയേ, ഇതാണ് നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ബൈ എടുക്കണം? ഇങ്ങനെ മുകളിലേക്ക് പോയ മാർക്കറ്റ്, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ഒരു റിജക്ഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഒരു റിജക്ഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അടുത്ത ബൈക്കുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോയ മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടാക്കി വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. കാരണം എന്താണ്, അവിടെ എന്തുകൊണ്ടാണ് ബൈ എടുക്കുന്നത്? ഇനിയുള്ള റെസിസ്റ്റൻസ് നോക്കി ഇവിടെയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ലിക്വിഡിറ്റി റണ്ണ് മുകളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോക്കിയേ, അല്ലെങ്കിൽ എന്താ നോക്കിയേ, ഇവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. സിമ്പിളായിട്ട് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. മാർക്കറ്റ് അടുത്ത ഇവിടെ വരെ പോകാം. ഇവിടെ വരെ പോയിട്ടാണ് അടുത്ത ഫോളിനുള്ള പ്രഷർ വരാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്ത് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ട് ഫോളോ ചെയ്ത മാർക്കറ്റ് തിരിച്ച് കയറുകയാണെങ്കിൽ നോക്കിയേ, ആ ഒരു തൊട്ട് മുന്നിലത്തെ ഹൈ തിരിച്ച് കയറുമ്പോൾ അപ്പം തന്നെ ബൈ എടുക്കരുത്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വന്ന് അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു മൂവിൽ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ്, ടാർഗറ്റ് ഹിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തിരിച്ചും നോക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള മാർക്കറ്റ് പെട്ടെന്ന് എന്താണ് ആ ഒരു പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറിയെന്ന് വിചാരിക്കാം. പെട്ടെന്ന് എന്താണ് ആ ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറിയെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, ലേറ്റസ്റ്റ് ലോ ഉണ്ടാക്കി ആ ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് പുള്ള് ചെയ്തു. അങ്ങനെ ഒരു ബുള്ളിഷ് ഇമ്പൾസ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ എവിടെയാണ് എൻട്രി എടുക്കുക? താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ ഇവിടെയൊന്നും പോയിട്ട് ഷോർട്ട് ചെയ്യരുത്. താഴേക്ക് ഫോളോ ചെയ്തിട്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ അവിടെ ഉണ്ടാക്കി, അതിനുശേഷം മാർക്കറ്റ് റിജക്ഷൻ ഉണ്ടാക്കി വീണ്ടും ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അടുത്ത എൻട്രി എടുക്കുന്നത്. ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത എൻട്രി എടുക്കാം, ഷോർട്ട് ചെയ്യാം. എവിടെ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്? ഇവിടെ വരെ മാർക്കറ്റ് പോയിട്ട് ഇവിടുന്നാണ് വീണ്ടും റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നോക്കിയേ, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് വീണ്ടും അവിടുന്ന് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എവിടെയാണ് എൻട്രി കിട്ടുക? ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇവിടെ വരെയാണ് പോകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ എൻട്രി ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എൻട്രി ഒന്നും എടുക്കാനുള്ള സംശയമുണ്ട്, എത്ര പ്രോഫിറ്റ് എടുക്കണം എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇപ്പോഴും എൻട്രി എടുക്കാനുള്ള ധൈര്യമില്ല എങ്കിലൊരു സെറ്റപ്പാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്.
നിങ്ങളിപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങളിപ്പോൾ എത്രയാണ് ടാർഗറ്റ് വെക്കേണ്ടത്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടായിരിക്കും എത്ര പെർസെൻറ്റേജ് ആണ്. പലരും പറഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്ര പെർസെൻറ്റേജ് എടുക്കാം, 10% ഒരു ദിവസം, ഇതാണ് നമ്മളെ ഫോറക്സിലെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ടാകും. നോക്കിയേ, ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് നോക്കിയേ, നമ്മുടെ ഈ കോഴ്സ് കഴിയുന്നത് വരെ ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല, ധൈര്യമില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞത് വെച്ച് എൻട്രി എടുക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് നോക്കിയേ, ഒരു മാസം 6% എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കുക. ഒരു മാസം 6%, 6% എന്നുള്ള ടാർഗറ്റ് വെക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 6% റിട്ടേൺ എന്നുള്ള ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങളുടെ ഈ ഒരു സ്റ്റേജിൽ, ബിഗിനർ എന്നുള്ള സ്റ്റേജിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. 6% ടാർഗറ്റ്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. എന്താണ്? അവിടെ ഓർഡർ ബ്ലോക്കുകളെ നോക്കുക. ഓർഡർ ബ്ലോക്കുകൾ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡെയിലി ചാർട്ടിലാണ് പറയുന്നത്. ഡെയിലി ചാർട്ടിൽ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഓർഡർ ബ്ലോക്കുകൾ കാണുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം. നോക്കിയാൽ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയ മാർക്കറ്റ് നോക്കിയേ, ഇവിടെ എന്താണ്? ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയുണ്ട്. ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലാണ് നോക്കിയേ. അതിനുശേഷം മാർക്കറ്റ് താഴേക്കാണ് ഫോളോ ആകുന്നതെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്താണ്? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കിയേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതാണല്ലോ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ എൻട്രി റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് പ്രകാരം ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കാനുള്ള ഏറ്റവും നല്ല റേഞ്ച് ഇതാണല്ലോ. ഈ ഒരു റേഞ്ചിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഇവിടുന്നൊരു റിജക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടുന്നൊരു റിജക്ഷൻ കാണുമ്പോൾ ഷോർട്ട് ചെയ്യുക. എങ്ങനെ ഷോർട്ട് ചെയ്യുക? 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഷോർട്ട് ചെയ്യുക. 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഷോർട്ട് ചെയ്യുക. ടാർഗറ്റ് എത്ര വെക്കുക? ടാർഗറ്റും എന്താണ്? 20 പിപ്സ് എടുക്കുക. സ്റ്റോപ്പ് ലോസും 20 പിപ്സ് എടുക്കുക, ടാർഗറ്റും 20 പിപ്സ് വെക്കുക. അപ്പോൾ നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഇവിടെ എത്രയാണ്? 1:1 ആണ്. 1:1 എന്നുള്ള റിസ്ക് റിവാർഡിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്, 20 പിപ്സിൻ്റെ ടാർഗറ്റ്, ഓർഡർ ബ്ലോക്ക്, ഡെയിലി ചാർട്ട്. അങ്ങനെ റിജക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയോ? വെറുതെ നിങ്ങൾ എത്രയെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആവത്തില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? $1000 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് $1000 വെച്ചിട്ടാണ്. ഈ ഒരു വരക്കുന്നതും നോക്കണം, ഇതൊക്കെ 0 ആണ്, കയ്യക്ഷരത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ $1000 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ $1000 ഉണ്ട്. റിസ്ക് റിവാർഡ് നോക്കിയേ, 1:1 ആണ്. സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 20 പിപ്സ്, ടാർഗറ്റ് വെക്കുന്നത് നോക്കിയേ 20 പിപ്സ്. ഡെയിലി ചാർട്ട് ഇവിടെ എന്താ പറഞ്ഞത്? സ്റ്റോപ്പ് ലോസ് 20 പിപ്സ്, ടാർഗറ്റ് 20 പിപ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വെക്കുക. നിങ്ങൾ നോക്കിയേ, എവിടെയെങ്കിലും ലെവലിൻ്റെ മുകളിലോ താഴെയോ കൊണ്ടുപോയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇതൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ തന്നെ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക. $1000. $1000 നോക്കിയാൽ 1.5% റിസ്ക് മാത്രം നിങ്ങൾ എടുക്കുക. അക്കൗണ്ടിൻ്റെ 1.5%. നമ്മുടെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാൻ അറിയാലോ. അതായത് ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്റ്റോപ്പ് ലോസ് വെക്കാനറിയാം, ടാർഗറ്റ് വെക്കാനറിയാം. അടുത്ത് എന്താണ് അറിയേണ്ടത് നിങ്ങൾക്ക്? ലോട്ട് എത്ര എടുക്കണം നിങ്ങൾക്ക് അറിയണ്ടേ? അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കണം? നിങ്ങളുടെ റിസ്ക് എത്രയാണെന്ന് തീരുമാനിക്കണം. 1.5ൻ്റെ റിസ്ക് എടുക്കുക. വെറും 1.5%ൻ്റെ റിസ്ക് മാത്രം എടുക്കുക. ആ റിസ്ക് വെച്ചിട്ടുള്ള ലോട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിപ്പോൾ $1000 ആണെങ്കിലും, നിങ്ങളുടെ കയ്യിലുള്ളത് $1000 ആണെങ്കിലും, $100 ആണെങ്കിലും, എത്രയാണെങ്കിലും എന്ത് ചെയ്യുക? ഈ ഒരു റിസ്ക് വെച്ചിട്ടുള്ള എൻട്രികൾ മാത്രം എടുക്കുക. ഇവിടെ ഇപ്പോൾ 1000-ന് 1.5% എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡോളറാണ് ലോസ് വരുന്നത്? 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ? 1.5% എന്ന് പറഞ്ഞാൽ $15 ലോസാണ് നിങ്ങൾക്ക് ഇവിടെ വരിക. $15 റിസ്ക് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. നിങ്ങൾ അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. 1000 ആണെങ്കിലും ഏതാണെങ്കിലും നോക്കിയാൽ 1.5%ൻ്റെ റിസ്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതിന് കണക്കായിട്ട് 1.5 റിസ്ക് സെറ്റ് ചെയ്തത് ശേഷം അതിന് കണക്കായിട്ടുള്ള ലോട്ടുകൾ മാത്രം എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ കൂടി പറയുകയാണ്, ഇത് ഇവിടെ തിരുത്തിയേക്കുക. ലോട്ടിൻ്റെ കാര്യത്തിൽ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. 2 തരത്തിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നോക്കിയേ, ഒന്നാമത്തെ എന്താണ്? നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ പോയിൻ്റ് കുറച്ചിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന പിപ്പ് കുറച്ചിട്ട്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ 10 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. 10 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ നോക്കിയേ, 20 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാൾ, ഇതെന്താണ്? ടാർഗറ്റാണ്. ഇതെന്താണ്? ലോഡ് സൈസ് ആണ്. ടാർഗറ്റ്, ഇത് ലോഡ് സൈസ്. 10 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്നു. 20 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? 0.5 ലോട്ട് ട്രേഡ് ചെയ്യുന്നു. 0.5 ലോട്ട് ട്രേഡ് ചെയ്യുന്നു. നോക്കി, 40 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാളോ, 40 പിപ്പിൻ്റെ ടാർഗറ്റ് വെക്കുന്ന ഒരാൾ 0.25 ലോട്ട് ട്രേഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നോർമലായിട്ട്. ഇതിപ്പോൾ നോർമലി കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം അല്ലേ? നോക്കിയേ, 10 പിപ്പ് ആണെങ്കിൽ 1 ലോട്ട്, 20 പിപ്പ് ആണെങ്കിൽ 0.5 ലോട്ട്, 40 പിപ്പ് ആണെങ്കിൽ 0.25 ലോട്ട്. ഇവിടെയാണ് പലരും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. നോക്കിയേ, എന്ത് ചെയ്യും? ചെറിയ പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയേ, ഇപ്പോൾ 5 പിപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? ഒന്നും നോക്കാതെ 2 ലോട്ടങ്ങ് എടുത്ത് ട്രേഡ് ചെയ്യും. 10 പിപ്പ് നോക്കിയേ, 10 പിപ്പിന് എടുക്കുന്ന ആൾ 1 ലോട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? 5 പിപ്പിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് നോക്കിയാൽ 2 ലോട്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്യും. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. കാരണം എന്താണ്? നിങ്ങൾക്കിവിടെ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ 0.25 ലോട്ട് എടുത്ത് 40 പിപ്സിൻ്റെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ, നോക്കിയേ, 40 പിപ്സിൻ്റെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എത്ര ഏകദേശം റിസ്ക് ചെയ്യേണ്ടി വരും? 1:1 ആണെങ്കിൽ 40യുടെ റിസ്ക് തന്നെ നിങ്ങൾ അവിടെ എടുക്കും. അതുപോലെ തന്നെ നോക്കിയേ, 10ൻ്റെത് വെക്കുകയാണെങ്കിൽ, 10ൻ്റെത് വെക്കുകയാണെന്ന് വിചാരിക്കുക, 10 പിപ്സിൻ്റെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം റിസ്ക് എത്ര എടുക്കുന്നു? 1:1 ആണെങ്കിൽ 10 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 20 ആണെങ്കിൽ 20യുടെ സ്റ്റോപ്പ് ലോസ്. ഇത്തരത്തിൽ ചെറിയ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ നെഗറ്റീവ് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? അത്രമാത്രം ചെറുതായിരിക്കും. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ അത്രമാത്രം ചെറുതായിരിക്കും. അവിടെ ആ സ്റ്റോപ്പ് ലോസും ഹിറ്റായി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എപ്പോഴും നിങ്ങൾ പ്രോഫിറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക? നിങ്ങളുടെ റിസ്കിലേക്ക്. റിസ്ക് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത എത്ര കൂടുതലാണെന്ന് നോക്കിയിട്ടാണ് പൊസിഷൻ എടുക്കേണ്ടത്. അല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ അറിയാം, നിങ്ങളിപ്പോൾ ഒരു പൊസിഷൻ അവിടെ വെച്ചു എൻട്രി ചെയ്യുകയാണെങ്കിൽ വെറും 2 പോയിൻ്റ് ടാർഗറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും വളരെ വളരെ കൂടുതലാണ്. പക്ഷേ തിരിച്ചു പോകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിൽ നിങ്ങളൊരു എൻട്രി എടുക്കുമ്പോൾ, ഇവിടെ എടുക്കുമ്പോൾ, ഇതിപ്പോൾ നിങ്ങൾ ബൈ എൻട്രിയാണ് എടുക്കുന്നതെങ്കിൽ അത് എത്രത്തോളം സാധ്യതയുണ്ടോ അതുപോലെ തന്നെ സാധ്യത തിരിച്ച് താഴേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 പോയിന്റ് മാത്രമേ ടാർഗറ്റ് വെക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് കൂടുതൽ ലോട്ട് എടുത്തിട്ട് എൻട്രി എടുക്കരുത്. അത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും പെട്ടെന്ന് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്? കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള റിസ്ക് പെർസെൻറ്റേജ് സെറ്റ് ചെയ്തിട്ട് മാത്രം പൊസിഷൻസ് അഥവാ ലോട്ട് സൈസുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററൊക്കെ വെച്ചിട്ട് റിസ്ക് പെർസെൻറ്റേജ്, ഇപ്പോൾ 2% ആണെങ്കിലും 1% ആണെങ്കിലും റിസ്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് മാത്രം സ്റ്റോപ്പ് ലോസുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, റിസ്ക് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ചെറിയ പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അത്തരത്തിൽ ചെറിയ പിപ്പിന് പ്രോഫിറ്റ് എടുക്കാൻ നിന്നാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. റോങ് മെത്തേഡാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മാന്യമായ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് കണക്കായിട്ട് മാത്രം എൻട്രി എടുക്കുക. പ്രത്യേകിച്ച് 1 മിനിറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ 1 മിനിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ ഒന്നും കാണാതെ വെറുതെ ഒരു ക്യാൻഡിലൊക്കെ നോക്കിയിട്ട് അപ്പം തന്നെ ബൈ എടുക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സെല്ല് എടുക്കുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ പ്രൈസ് ആക്ഷനാണ്. ഇതിൻ്റെ കുറച്ച് കൺസെപ്റ്റ് കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ, ചാർട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വെറുതെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായൊരു ഐഡിയ കിട്ടും. ഈ ഒരു റേഞ്ചിലെത്തിയാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു റേഞ്ചിലെത്തിയാൽ എന്താണ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്, ഇവിടെ എന്താണ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്, ഇതൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്താണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അത് തന്നെ ഫോളോ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാം.